ഹലോ ഗൈസ്, എന്തായി മഴയെല്ലായിട്ട് എല്ലാവർക്കും എൻ്റെ ഉള്ള എന്നെ മുടി പൊച്ചിട്ട് കിടന്നിട്ടുണ്ടാവില്ല. ഒരാഴ്ച മുന്നോട്ടത്തെ വീഡിയോസ് എല്ലാം ഡിലീറ്റ് ആക്കുമ്പോൾ നല്ല ഈ വീഡിയോ ഇട്ടിട്ടാലോ എന്നിട്ട് അങ്ങനെ തന്നെ പങ്ങന്മാരും പങ്ങളെ മക്കളെല്ലാം വന്നൊരു ദിവസമാണ് ഇത്. എന്താ മദ്രസയിലായിട്ട് മുന്നേ നമുക്ക് വന്നത്. അപ്പോൾ എന്താക്കുന്നിട്ട് ചിക്കൻ കറി ഒന്ന് ഇപ്പത്തെല്ലാക്കാന്നിട്ട് നല്ല അടിപൊളി ചിക്കൻ കറി നെയ്പ്പത്തലാക്കുന്നുണ്ട്. മാഷാ അല്ലാഹ്, നമ്മളെ ഫോളോവേഴ്സ് കൂടിക്കൊണ്ട് വരുമ്പോൾ എല്ലാവരുടെ ഡൗട്ടും ഞാൻ ക്ലിയർ ആയിക്കൊണ്ട് വരുന്നുണ്ട്. കുറേ ആൾ മെസ്സേജ് അയച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടിരുന്നല്ല, കുറേ ആൾ ചോദിച്ചിട്ടുണ്ട് എവിടെ എന്ത്. അപ്പോൾ ഞാൻ എന്നെക്കുറിച്ച് കുറച്ചായിട്ട് പറയാം. എൻ്റെ പേര് ഷെരീഫ. ഇത് എൻ്റെ ഉമ്മാൻ്റെ പേര് മുഗ്രാലൻ, എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് മുഗ്രാലൻ. 3 മക്കളുണ്ട്. ഞാൻ ഇപ്പോൾ പഠിക്കുന്നത് ഫാഷൻ ഡിസൈനിങ് കോഴ്സ്. അതിനെക്കുറിച്ചിട്ട് കുറേ ആൾ ചോദിച്ചിട്ടുണ്ട് അതെവിടെ, അതെന്ത്, ഇതെപ്പോൾ, എങ്ങനെ ക്ലാസ്, എത്ര ഫീസ് എന്നല്ലോ. ഞാൻ 1 ഇയർ ഡിപ്ലോമ കോഴ്സ് എടുത്തത്. ഇത് ഫീസ് 1 ഇയർക്ക് 15 വരുന്നത്, 15,000 വരുന്നത്. ഫസ്റ്റ് 5,000 എടുക്കണം. അങ്ങനെ കുറേ ആൾ എന്തെല്ലാം ചോദിച്ചിന് എവിടെ, അത് കറക്റ്റ് ലൊക്കേഷൻ പറയുമെന്ന്. കുമ്പള പോലീസ് സ്റ്റേഷനില്ല, ആ റോട്ടിൽ മുന്നത്തെ പ്രണവ് കോളേജ് എന്ന് തോന്നുന്നു. കറക്റ്റായിട്ട് എനിക്ക് അറിയാലോ പ്രണവ് കോളേജ് എവിടെയെന്ന്. ഇത് ലാവൻഡർ എന്നിട്ട് G18 തന്നെ ഫാഷൻ ഡിസൈനിങ് കോഴ്സ്. ഇപ്പോൾ അവിടെ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കോഴ്സും സ്റ്റാർട്ടാണ് ഇപ്രാവശ്യം. അപ്പം നീ എവിടെ പഠിച്ചത്, നീ എന്ത് പഠിച്ചത്, അങ്ങനെ ഇങ്ങനെയെല്ലാം കുറേ ചോദിച്ചിനെ. ഇത് ഞങ്ങൾക്ക് മംഗലായിട്ട് 3 മക്കളുണ്ട്. ഞാൻ പഠിച്ചത് കുമ്പള സ്കൂളിലും പഠിച്ചിന്, അക്കാഡമിയിലും പഠിച്ചിന്. ഇത് +2 ഡിഗ്രി എല്ലാം ആക്കിയത് അക്കാഡമിയിലെ. ഡിഗ്രി എന്നെല്ലാം 1 ഇയർ തന്നെ പോയിനത്. 18 വയസ്സെന്ന് പറയുമ്പോൾ എന്നൊപ്പം മകളിച്ചിട്ട് അയച്ചിന്. അപ്പം അങ്ങനത്തെ സംഗതി. പിന്നെ കുറേ ആൾ ചോദിച്ചിന് യൂട്യൂബ് ചാനലുണ്ട്, ആ യൂട്യൂബിൻ്റെ പേരെന്ത്, ലിങ്ക് ഇടുമെന്നല്ലോ. ഇത് യൂട്യൂബിൽ സെർച്ച് ആക്കിയാൽ മതി, ഷെരീഫ നാസർന്ന്. ഇപ്പം തുടങ്ങിയത്രപ്പാ. ഇത് എന്നെ ഇൻസ്റ്റാൾ സപ്പോർട്ടാക്കിയ പോലെ തന്നെ ഇൻഷാ അല്ലാഹ് യൂട്യൂബിലും സപ്പോർട്ടാക്കണോ. ഇത് മാഷാ അല്ലാഹ് ഒരാഴ്ച കൊണ്ട് എനിക്ക് 1K ഫോളോവേഴ്സ് ആക്കി തന്നതിൻ്റെ എല്ലാ ഓർക്കും ഭയങ്കര നന്ദി ഇതാക്കുന്നത്, പറഞ്ഞറിയിക്കാൻ കഴിയില്ല. കാരണം വിചാരിക്കാത്തൊരു കാര്യം, പെട്ടെന്ന് 1K ആവും ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. 4-5 ദിവസത്തിൽ അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് 1K ആക്കി തന്നു. മുണ്ടുന്നതിൻ്റെ ഇടയിൽ തന്നെ എൻ്റെ വീഡിയോസ് നിങ്ങൾ ശ്രദ്ധിച്ചിനാ. ഞാൻ എൻ്റെ ക്ലാസ്സിന് പോകുന്നുള്ള തിരക്കിൻ്റെ പണിയെടുക്കുന്നുള്ളതാവാ. ഇന്ന് ക്ലാസ് ഉണ്ട്. അങ്ങനെ പണിയെല്ലാം കഴിഞ്ഞിട്ട് ബസ് കയറാൻ പോയി. ഞാൻ പറഞ്ഞിട്ടേ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ഇതൊരാഴ്ചത്തെ മുന്നത്തെ വീഡിയോ ആണ്. ആ ലാസ്റ്റ് ക്ലാസ്സിന് പോയിട്ട് വന്നത്, ഇതുവരെ പോയിട്ടാണ്. അതിനുശേഷം പിന്നെ കുറേ ഫങ്ഷനായി, പിന്നെ കുറേ ഈ കയ്യാത്തായി, അങ്ക് കയ്യാത്തായി, പിള്ളേർക്ക് കയ്യാത്തായി. ഇൻഷാ അല്ലാഹ് ഇനി ജൂൺ 1 ആകുമ്പോൾ മോളെല്ലാം ആകുമ്പോൾ ജൂൺ 1 ആകുമ്പോൾ പോവാമോ ഇല്ലാതെ കരക്കരാന്ന്. പിന്നെ പിള്ളേർക്ക് ബേജാറായിരുന്നായിട്ട് ഇനി ജൂൺ 1 ആകുമ്പോൾ പോകാന്നിട്ട് നിന്നിന്. മാഷാ അല്ലാഹ് അങ്ങനെ ഞാൻ ക്ലാസ്സിലേക്ക് എത്തി. എന്നെ കാണുമ്പോൾ എന്നെ പിള്ളമാർ ഭയങ്കര ഫോമിലിരുന്നിട്ടുണ്ടാവാൻ. ഇതെല്ലാം കുറച്ച് ചെയ്യുന്ന കുറേ ബിസിയും പറയുന്നത്. അങ്ങനെ ഞാൻ ഇതൊരാഴ്ചക്ക് മുന്നത്തെ വീഡിയോ ഇട്ടേ. അപ്പോൾ മഴ എന്ത് വന്നിട്ടാണ് ഞങ്ങൾക്ക് ബെന്തിട്ട് എത്തിയ പാടെ തന്നെ നല്ല പാങ്ങല വെള്ളം കുടിച്ച്. ഇന്ന് നടന്നിട്ട് അടുക്ക് എത്തുമ്പോൾ ഒരു മാതിരിയാണ്. എത്തിയിട്ടായിട്ട് തന്നെ ഒരു അരമണിക്കൂർ കഥ പറയാൻ നിൽക്കുമോ, എന്തായി ചായ കുടിച്ചാൽ പണിയെല്ലാം ആയിട്ട് വന്നത് അങ്ങനെ ഇങ്ങനെയെന്ന്. പിന്നെ പിള്ളമാരുടെ ഇതോർക്ക് ലാസ്റ്റ് ഇയർ ഇപ്പോൾ ലാസ്റ്റ് ഇത്. അപ്പോൾ റെക്കോർഡെല്ലാം കംപ്ലീറ്റ് ആക്കുന്ന തിരക്കിലുള്ള ഞാൻ അതെല്ലാം വീഡിയോസ് ആക്കിയിട്ട് എടുത്തത്. എന്ത് ചെയ്യില്ല ഒരാളാക്കിയിട്ട് കാണുമ്പോൾ ഞാനിപ്പോഴും ഈ സ്റ്റെം സ്റ്റിച്ചിൽ തന്നെ ഉണ്ട്. അങ്ങനെ എനിക്ക് ഇന്ന് യൂണിഫോം കട്ടാക്കാനുണ്ടായി. ഞാനിപ്പോൾ പിന്നെ പകുതി സ്റ്റിച്ചിൻ്റെ പകുതിയിലാക്കിയിട്ട് ഞാൻ മാമിനോട് എല്ലാം കള വിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ യൂണിഫോം കട്ടാക്കാൻ പോയി. സ്റ്റിച്ചാക്കുന്നത് ഞാൻ എന്നെ സ്റ്റിച്ചാക്കാം, അങ്ങ് കട്ടാക്കി തന്നാൽ മതി എന്നിട്ട്. കട്ടാക്കാൻ അറിയോ എന്നെങ്കിൽ മാമിനെ കാണുമ്പോൾ ഒന്ന് കട്ടാക്കിയിട്ട് മേങ്ങിയത്. ഓവർ കോട്ടല്ലേ ഞങ്ങൾ മിസ്റ്റേക്ക് വന്നാൽ. അത് കഴിഞ്ഞിട്ട് നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഇത് രാവിലത്തെ ഇഡ്ഡലിയും സാമ്പാറും കൊടുത്തിട്ടുണ്ടായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ചിട്ട് എന്തെങ്കിലും മധുരം കഴിച്ച് പുരയിൽ തന്നെ ഇരുന്നിട്ട് എന്തായാലും വേണ്ടാത്ത ശീലമല്ല പഠിച്ചിനെ. അപ്പോൾ ഒരു ബോൺവിൻ ബിസ്ക്കറ്റ് കഴിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ അതിലെ വർക്കെല്ലാം ചെയ്യാൻ പോയി. ഇത് ബേച്ചിട്ടായിട്ട് പുള്ളമാരെല്ലാം കഥ പറയുന്നുണ്ടാവാ. അങ്ങനെ ഒരു 3-3:30 പാടുന്ന നേരെ വിട്ടപ്പെരക്കും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.